ഇന്ന് കർക്കിടകം 1, രാമായണ മാസ ആരംഭം അല്ലേ? എന്തുകൊണ്ടാണ് കർക്കിടകം 1 ഒരു പ്രത്യേകതയായിട്ട് കാണുന്നതെന്നറിയോ? കർക്കിടക മാസത്തിൽ പണ്ട് പഞ്ഞമാണെന്നൊക്കെ പറയും അല്ലേ? അപ്പോൾ എല്ലാവരും മഴയായിരിക്കും, വീട്ടിലിരുന്ന് എന്തെങ്കിലും ഒരു കാര്യം കറക്റ്റായിട്ട് ചെയ്യണ്ടേ, ആരും പണി സ്ഥലത്തേക്ക് പോവില്ല, ഇറങ്ങില്ല ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യങ്ങൾ കറക്റ്റായിട്ട് ഡിസിപ്ലിനായിട്ട് പോകാൻ വേണ്ടിയിട്ട് രാമായണം വായിക്കാൻ പറയും. രാമായണം ആരുടെ കഥയാണ്? മര്യാദ പുരുഷോത്തമനായിട്ടുള്ള രാമൻ്റെ കഥ അല്ലേ? ഇതൊക്കെ ഇന്നത്തെ ഇത് പറഞ്ഞ ചേച്ചിക്ക് വേറെ പണിയൊന്നുമില്ലേ അങ്ങനെ ചോദിക്കും ആൾക്കാർ. ഞാനും ഇന്നത്തെ ഒരു യുഗത്തിൽ ജീവിക്കുന്ന ആളല്ലേ. എനിക്ക് ഈ രാമായണം എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ തന്നെയാണ്. കാരണം ഇറ്റ് മേക്സ് മീ ഡിസിപ്ലിൻഡ്. രാവിലെ എഴുന്നേൽക്കുക, കുളിച്ചിട്ട് ഉടനെ തന്നെ വിളക്ക് കത്തിച്ച് കുറച്ച് നേരം രാമനാമം ജപിക്കുക. ഹിന്ദുക്കളായിട്ടുള്ളവരോടാട്ടോ പറയുന്നത്. മറ്റുള്ളവർക്ക് അവരുടേതായ രീതികളിലുള്ള എന്താ പറയുക, അനുഷ്ഠാനങ്ങളുണ്ട്. അവരെല്ലാം അത് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ ചെയ്താൽ എന്താണ് കുഴപ്പം? ഹൂവർ ഈസ് ബിലീവിങ് ഇൻ ഹിന്ദുയിസം അല്ലെങ്കിൽ ഫോളോയിങ് ഹിന്ദുയിസം ക്യാൻ ഡു ദിസ്. യു ഷുഡ് ഡു ഓൾ ദീസ് തിങ്സ്. എന്നാലല്ലേ നമ്മുടെ ലൈഫിലേക്ക് ഒരു ഡിസിപ്ലിൻ കടന്നു വരുള്ളൂ. അപ്പോൾ നമുക്ക് രാമായണം കഥയെ പറ്റിയിട്ടൊന്ന് പറയാം. എല്ലാവർക്കും രാമായണം കഥ അറിയാം. രാമായണം കഥയായിട്ടല്ല ഞാൻ പറയാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ നമ്മളെ ഇങ്ങനെ ഹോണ്ട് ചെയ്യുന്നത്? രാമായണം എന്ന് പറയുമ്പോൾ ആളുകൾ പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാ ഈ രാമനെ മര്യാദ പുരുഷോത്തമൻ എന്നൊക്കെ പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. രാമൻ മര്യാദ പുരുഷോത്തമൻ എങ്ങനെയാവുന്നത്? ഗർഭിണിയായ ഭാര്യയെ ഉപേക്ഷിച്ച ആളാണോ മര്യാദ പുരുഷോത്തമൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നോക്കൂ, ഇതിൽ 3-4 തലത്തിൽ കാണണം കാര്യങ്ങൾ. രാമൻ മര്യാദ പുരുഷോത്തമനാകുന്നതിൻ്റെ ഒന്നാമത്തെ കാര്യം, ഈ ഭാര്യയെ, തന്നെ സ്നേഹിക്കുന്ന ഈ ഭാര്യയെ ഒരാൾ കടത്തിക്കൊണ്ട് പോവുകയാണ്. അത് കയ്യിൽ ഒരു പടയോ ഒന്നുമില്ല. രാജ്യഭാരം ഏറ്റെടുക്കാൻ പറ്റാത്ത ഒരു തരുണത്തിൽ രാമൻ കാട്ടിലേക്ക് അയക്കപ്പെടുകയാണ്. അതായത് അച്ഛൻ്റെ വാക്ക് പരിപാലിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് അവിടെ ഒരു പുത്രധർമ്മമാണ് അല്ലേ? ഒരു മകൻ എങ്ങനെയായിരിക്കണം എന്ന് കാണിച്ചു കൊടുത്തു. അച്ഛനെ കഷ്ടത്തിൽ ഇടാൻ പാടില്ല, അച്ഛൻ കൊടുത്തുപോയ വാക്ക് ഞാനാണ് പാലിക്കേണ്ടത് എന്നുള്ള ഒരു പണ്ടത്തെ ആ കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അതിപ്പോഴും അത് തന്നെ ആയിരിക്കണം മക്കൾ ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു. സെക്കൻഡ് തിങ്, പോയി കഴിഞ്ഞപ്പോൾ രാജ്യഭാരം ഇല്ലാതെ പോയപ്പോൾ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? എവിടെയാണ് താൻ ഇരുന്നത് അവിടെ ആളുകൾക്ക് സേവനം ചെയ്യാൻ തുടങ്ങി അല്ലേ? മുനിമാരെല്ലാം വന്ന് പറഞ്ഞു, ഇതുപോലെ രാക്ഷസന്മാർ ഞങ്ങളുടെ യാഗമൊക്കെ മുടക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തു അല്ലേ? എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് രാമൻ അപ്പോഴും. പിന്നെ അത് കഴിഞ്ഞ് ഈ സീതയെ കട്ടുകൊണ്ട് പോയപ്പോൾ തൻ്റെ പ്രാണപ്രേയസിയെ കട്ടുകൊണ്ട് പോയി ആരെങ്കിലും വെറുതെ ഇരിക്കുമോ? അതൊന്നുമില്ല. ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അനുജനും ജ്യേഷ്ഠനും മാത്രം. ഇവിടെയാണ് നമ്മൾ രാമൻ്റെ പ്രാധാന്യം ഒന്നും കൂടെ ചിന്തിക്കേണ്ടത്. അതൊന്നും വകവെച്ചില്ല. എങ്ങനെയായാലും എൻ്റെ കൈ പിടിച്ചു കൊണ്ടുവന്ന എൻ്റെ ഭാര്യയെ ഞാൻ കാത്ത് രക്ഷിച്ചു കൊണ്ടുവരും എന്ന് കാണുന്നുണ്ടില്ല. അതിന് ഓരോരോ നമ്മുടെ ചുറ്റിനുമുള്ള കാര്യങ്ങൾ തന്നെ കാണിച്ചു കൊടുക്കുകയാണ്, ലീഡ് ചെയ്യുകയാണ് എവിടെയാണ് സീതയുള്ളതെന്ന്. ഇന്നത്തെ പോലെ മൊബൈൽ ഫോണോ മൊബൈൽ ടവർ ലൊക്കേഷനോ എന്തെങ്കിലും ഉണ്ടോ അല്ലേ? പക്ഷേ പ്രകൃതിയിൽ തന്നെയുള്ള കാര്യങ്ങളിൽ നിന്നും കിട്ടുകയാണ് ഓരോരോ സൂചനകൾ. ലങ്കയിലേക്കാണ് സീതയെ കൊണ്ടുപോയിട്ടുള്ളതെന്ന് അല്ലേ? അപ്പോൾ ഈ കഥയിൽ എന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, ഞാൻ ആ കഥയോ അല്ലെങ്കിൽ ആ ഒരു ദൈവത്തിനെയോ അതൊന്നും അല്ല ഞാൻ പറയണത്. ഇന്നത്തെ കാര്യത്തിലേക്ക് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റിയ ചില കാര്യങ്ങൾ. അപ്പോൾ സീതയെ കൊണ്ടുപോയപ്പോൾ, സ്വന്തം പ്രേയസിയെ കൊണ്ടുപോയപ്പോൾ മര്യാദയായിട്ട് തിരിച്ചു കൊണ്ടുവരണം. ഭാര്യയുടെ എന്താ പറയണേ, ആ ഒരു എൻ്റെ ഭർത്താവ് എന്നെ വന്ന് തിരിച്ചു കൊണ്ടുപോകുമെന്ന് ഹനുമാനോട് പറയുന്നുണ്ട്. ഹനുമാൻ ഭയങ്കര അമാനുഷിക ശക്തിയുള്ള ഹനുമാൻ ഭുജത്തിൽ ഇവിടെ വെച്ചിട്ട് കൊണ്ടുവന്നാൽ പോരെ? കൈയുടെ അവിടെ തോളത്ത് വെച്ചിട്ട് കൊണ്ടുവന്നാൽ പോരെ സീത എത്രയുണ്ട്? പക്ഷെ ഇല്ല, അവർ അമ്മയാണ്, ദേവിയാണ്, എനിക്ക് തൊടാം, കാരണം എൻ്റെ മാതൃഭാവത്തിലാണ് ഞാൻ അങ്ങയെ കാണുന്നത്, ഇവിടെ ഇരുന്നാൽ ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ പറ്റില്ല. എന്നെ കടത്തിക്കൊണ്ടുവന്ന ഈ മനുഷ്യനല്ല, രാക്ഷസന് മനസ്സിലാകണം, എനിക്ക് ഒരു ഭർത്താവുണ്ട്, എൻ്റെ ഭർത്താവ് എന്നെ സംരക്ഷിക്കും, എൻ്റെ ഭർത്താവ് എന്നെ ഇവിടുന്ന് മാനം മര്യാദയായിട്ട് കൂട്ടിക്കൊണ്ടു പോകണം, എനിക്ക് അതാണ് വേണ്ടതെന്ന് പറഞ്ഞ് സീത, ഇവിടെ എന്നെ പരിരക്ഷിക്കാൻ എനിക്ക് അറിയാം, എൻ്റെ അചഞ്ചലമായിട്ടുള്ള ഈ പാതിവൃത്യം, അതായത് പതിവ്രത ഇതുണ്ടല്ലോ, പതിഭക്തി ഉണ്ടല്ലോ, അത് എന്നെ സംരക്ഷിച്ചോളെന്ന് ഹനുമാനോട് പറയുന്നുണ്ട് അല്ലേ? എല്ലാവരും രാമായണം വായിക്കുന്ന ആൾക്കാരാണെന്ന് എനിക്കറിയാം. പക്ഷേ ഒരു പ്രത്യേക രീതിയിലൊന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് പറയണമെന്ന് തോന്നി. പലയിടത്തും വായിച്ചിട്ടുള്ളതുമായിരിക്കും നിങ്ങളൊക്കെ.
എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ താഴെ പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് ഈ സീതയെ അപ്പോൾ കൊണ്ടുവരികയാണ് വളരെ കഷ്ടപ്പെട്ടുള്ള സാഹചര്യത്തിൽ അവിടെ അവൈലബിൾ ആയിട്ടുള്ള, അതായത് കുരങ്ങന്മാരാണല്ലോ അവൈലബിൾ ആയിട്ട് കിട്ടിയത് ഒരു പടയുണ്ടാക്കാൻ, അവരെ വെച്ചിട്ട് രാമസേതു ഉണ്ടാക്കി, ലങ്കയിലേക്ക് പോകണ്ടേ കടൽ കടന്ന്, അതുണ്ടാക്കി അതിൽ കൂടെ നടന്ന് പോയി ഈ പട നയിച്ച് രാമനും ലക്ഷ്മണനും അവിടെ നിന്ന് കൊണ്ടുവരികയാണ് സീതയെ, അല്ലേ, രാവണനെ വധിച്ച്, ദുഷ്ടശക്തിയെ വധിച്ച് കൊണ്ടുവരികയാണ്. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന ഒരു ഭർത്താവ് സ്നേഹമില്ലാത്തവരാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. രാജ്യാഭിഷേകം എല്ലാം കഴിഞ്ഞപ്പോൾ പല സ്ഥലത്തു നിന്നും ദൂതന്മാർ വരും എങ്ങനെയുണ്ട് രാജ്യം നടക്കുന്നതെന്ന് അറിയാനായിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇന്നത്തെ കാലത്ത് തന്നെ നമുക്ക് എല്ലാവരുടെയും കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റുന്നില്ല. ഇത്രത്തോളം വലിയ ന്യൂസ് ചാനലുകളും സോഷ്യൽ മീഡിയയും ഒക്കെ ഉള്ള കാലമായിട്ട് പോലും ചിലർ ഈ അപവാദങ്ങളിൽ പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് തന്നെ മനസ്സിലാകുന്നില്ല, അല്ലേ? ഒരു സിനിമാ നടൻ്റെ കാര്യം തന്നെ എടുക്കും. ഇപ്പോൾ ഒരു വലിയ പ്രശ്നത്തിലകപ്പെട്ടില്ലേ അദ്ദേഹം ഡയറക്റ്റായിട്ട് അതിൽ ഇൻവോൾവ് ആണോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ആണോ, ഇതൊന്നും നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നില്ല. പല രീതിയിലുള്ള പ്രചരണങ്ങൾ വരുന്നതുകൊണ്ടല്ലേ. അപ്പോൾ അന്നത്തെ കാലം എന്തായിരിക്കും, ഒരു BBC ചാനലോ ഒരു NDTVയോ അല്ലെങ്കിൽ ഏഷ്യാനെറ്റോ മറുനാടനോ ഒന്നുമില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ അറിയുക അവിടെ നടക്കുന്നത്, ഇവിടെ എങ്ങനെ അറിയാം? അപ്പോൾ സാധാരണ ജനങ്ങളിപ്പോൾ UK ഇലക്ഷൻസ് വരെ നമ്മൾ എന്ന് പറഞ്ഞ് കേട്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അമേരിക്കയിലെ ഇലക്ഷൻസ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക, ട്രംപിന് വെടിയേറ്റത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അയ്യോ എന്ന് പറയുന്നത്. നമ്മളിത് അറിയുമോ? അപ്പോൾ ആ നിമിഷത്തിൽ നമ്മൾ അറിയുകയാണ് ഇന്ത്യയിൽ, അല്ലേ? അതുപോലെ അല്ലല്ലോ പണ്ട് രാമൻ ഭരിച്ചിരുന്ന കാലത്ത്. അദ്ദേഹത്തിന് ഒരു കിങ്ഡം ഉണ്ട്, അദ്ദേഹം ഒരു രാജാവാണ്. അദ്ദേഹം എന്ത് ചെയ്യണം? രാജ്യത്തെ പ്രജകളുടെ എല്ലാ സൗഖ്യങ്ങളും അന്വേഷിക്കണം, അല്ലേ? അപ്പോൾ രാജാവിൻ്റെയും റാണിയുടെയും മുകളിൽ ഒരു റെസ്പെക്റ്റും അല്ലെങ്കിൽ ഒരു വിശ്വാസവും ഇല്ലെങ്കിൽ പ്രജകളെല്ലാം തമ്മിലടിക്കും. ഇങ്ങനത്തെ രാജാവല്ലേ നിങ്ങളുടെ, പിന്നെ എന്തിനു കൊള്ളാം എന്നിങ്ങനെ ഒരു എന്താ ഇനി പറയണേ, ഒരു ലോക്കൽ ഭാഷയിൽ കരക്കമ്പി എന്ന് പറയുമല്ലേ, അതിങ്ങനെ കറങ്ങി ദൂതന്മാർ കൊണ്ടുവന്ന് രാമനോട് പറയുമ്പോൾ രാമന് മനസ്സിലാകുന്ന എന്താണ്, എൻ്റെ ഭാര്യയുടെ പാതിവൃത്യത്തെ ജനങ്ങൾ സീത കളങ്കിതയാണോ എന്ന് സംശയിക്കുന്നു എന്ന് പറയുമ്പോൾ എന്ത് വിഷമം ഉണ്ടായിട്ടുണ്ടാവും, എത്ര മാനസിക വ്യഥയോട് കൂടിയിട്ടായിരിക്കാം അദ്ദേഹം സീതയെ പറഞ്ഞയക്കുന്നത് ആ പർട്ടിക്കുലർ രാജസൗഖ്യങ്ങളിൽ നിന്നല്ലേ. സീത പോകുന്നതും രാത്രിയാണ്, ആരും അറിയുന്നില്ല, കടന്നു പോകുന്ന വഴികളിലൂടെ കരഞ്ഞോണ്ട്, അല്ലേ? അതൊന്നും അറിയുന്നില്ല ആരും. അവിടെ കാട്ടിൽ ഉപേക്ഷിച്ചു എന്നൊക്കെ പറയണത് കറക്റ്റല്ല എന്നൊക്കെ പറയുന്നു, എനിക്കറിയില്ല, പല ഭാഷകളുണ്ട് കേട്ടോ. എന്നാലും ഞാൻ പറയുകയാണ്, ഞാനതിൽ തുറന്ന് ഒരു ചിന്തനം നടത്തുകയാണ് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടേതായ ചിന്തകൾ ഇവിടെ പറയാവുന്നതാണ്, കേൾക്കുന്നവർ, ഇഷ്ടമുള്ളവർ. അപ്പോൾ രാമൻ അത് ചെയ്തത് തെറ്റേ അല്ല, അല്ലേ? രാമൻ ഒരു ഭർത്താവ് മാത്രമല്ല, ഭർത്താവിൻ്റെ ഡ്യൂട്ടിയാണല്ലോ ഭാര്യയെ സംരക്ഷിക്കേണ്ടത്. കൊണ്ടുവന്നല്ലോ, തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഒരു രാജാവിൻ്റെ ഡ്യൂട്ടി അതിലും വലുതാണ്. ഒരുപാട് പ്രജകളുടെ ക്ഷേമം അന്വേഷിക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ സീതയെ രാമനെ കൊണ്ടുപോയി ഇങ്ങനെ വാൽമീകി ആശ്രമത്തിൽ കൊണ്ടുപോയി വിടേണ്ടി വരുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, രാജസൂയം നടത്തുന്നുണ്ട് രാമൻ നടത്തുമ്പോൾ സീതയുടെ കനകവിഗ്രഹം അതേ ഹൈറ്റിലും അതേ ഇതിലും ഇരിക്കുന്നതായിട്ടാണ് കൊണ്ടുവന്ന് അടുത്ത് വെച്ചിട്ടാണ് രാജസൂയം നിർവഹിക്കുന്നത്. കാരണം പതിയും പത്നിയും ചേർന്ന് നിർവഹിക്കേണ്ടതാണെന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ രാമൻ പറയുന്നത് എന്താ, എൻ്റെ ക്യൂൻ അല്ലെങ്കിൽ എൻ്റെ റാണിയായിട്ട്, എൻ്റെ രാജപത്നിയായിട്ട് എനിക്ക് സീതയല്ലാതെ വേറൊരാളെയും കാണാൻ കഴിയില്ല എന്നല്ലേ രാമൻ പറയുന്നത്. പറയാതെ ജനങ്ങളെ കാണിച്ചു കൊടുക്കുമ്പോൾ അപ്പം ആ ഒരു മെസ്സേജ് ജനങ്ങളിൽ എത്തുകയാണ്. നമ്മുടെ രാജാവിന് പത്നി എന്ന് പറയുന്നത് അത്ര പ്രിയപ്പെട്ടതായിരുന്നു, നമ്മൾക്ക് വേണ്ടിയാണ് അദ്ദേഹം പത്നിയെ മാറ്റി നിർത്തിയതെന്ന് മനസ്സിലാകുകയാണ്. രാമൻ പിന്നീട് വിവാഹം കഴിക്കുന്നില്ല, ഏകപത്നി വ്രതനാണ്, അല്ലേ? ആ റാണിയെ കളഞ്ഞിട്ട് പിന്നെ രണ്ടാമത് വിവാഹം കഴിച്ചോ? ഇല്ലല്ലോ, സീതയെ തന്നെയല്ലേ വിചാരിച്ച് നടന്നിരുന്നത്. അപ്പം ഇതൊക്കെ ഒന്ന് കൂട്ടി വായിച്ചിട്ട് രാമൻ എങ്ങനെ മര്യാദ പുരുഷോത്തമനാകുമെന്ന് ചോദിക്കുന്നവർക്ക് ഈ കാവ്യത്തിൽ തന്നെ ഉത്തരവുണ്ട്. അപ്പം നമ്മളത് ഇപ്പം നമ്മൾ ബുദ്ധിയുള്ള മനുഷ്യരാണ്, ബുദ്ധിപൂർവമായിട്ട് ചിന്തിച്ചിട്ട് നമ്മൾ പറയണം, അല്ലേ? എന്തിനാണ് ഹിന്ദുക്കൾ രാമനെ മര്യാദ പുരുഷോത്തമനായിട്ട് കാണുന്നതെന്ന് കുറച്ച് മനസ്സിലായില്ലേ ഇത് നോക്കിക്കഴിയുമ്പോൾ. അതേപോലെ ഇന്നത്തെ വേൾഡിൽ ഇപ്പം നമ്മൾ കോർപ്പറേറ്റ്സിൻ്റെ വേൾഡിലേക്ക് വന്നു. ഈ കോർപ്പറേറ്റ്സിൽ ഇതൊന്ന് കണ്ടുപിടിക്കാനുള്ളൊരു കാര്യമുണ്ട് ഇതിനകത്ത്, റെസിലിയൻസ് ഉണ്ട്, അല്ലേ? ക്ഷമയോടെ നമ്മൾ ഏത്
എന്താ പറയുക, വിഷമഘട്ടങ്ങളെയും തരണം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുമെന്ന് കാണിക്കുന്നതല്ലേ ആ രാമസേതു ഉണ്ടാക്കുന്നതും. അതിൽ തളരാതെ, അതായത് ഭാര്യയെ നഷ്ടപ്പെട്ട ദുഃഖത്തിൽ തളർന്നിരിക്കാതെ നമുക്ക് അടുത്തത് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നോക്കിയിട്ട് നടന്നു നീങ്ങുന്ന ആ രാമനെ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഒരു കോർപ്പറേറ്റ് മേധാവി തളർന്ന് വീണ് പോയി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അയ്യോ എനിക്ക് ഫുൾ നഷ്ടമായി, ഞാനിനി എങ്ങനെ ഇത് പൊട്ടിപ്പൊടിപ്പിച്ച് കൊണ്ടുവരും എന്ന് ചിന്തിക്കാതെ അല്ലേ മുന്നോട്ട് പോകുന്നതല്ലേ നമ്മൾ കാണുന്നത്. അപ്പോൾ അത് നമുക്ക് ഇന്നത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് അഡോപ്റ്റ് ചെയ്യാവുന്ന കാര്യമല്ലേ, അല്ലേ? എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. രാമായണം ഇന്നത്തെ ജീവിതത്തിൽ എങ്ങനെ അഡോപ്റ്റ് ചെയ്യാമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടതും ചിന്തിച്ച് വരുന്നതും. കുറേ ലേഖനങ്ങളും ഞാനിങ്ങനെ എടുത്ത് നോക്കുകയുണ്ടായിട്ടോ. അതിലൊക്കെ അവർ പറയുന്ന കാര്യങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് പഠിക്കാനുണ്ടെന്ന്. ഒന്ന് ഫാമിലിയൽ ബോൺഡ്സ്, അച്ഛനമ്മമാരുടെ വാക്ക് കേൾക്കുന്നതും പിന്നെ അനുജന്മാരെയും ഒക്കെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു എന്താ പറയുക, ശ്രീരാമചന്ദ്രനെ പോലെ ആയിരിക്കണമെന്ന് ആളുകൾ പറയുന്നു. അപ്പോൾ എല്ലാവരും പറയും നല്ല അനുജന്മാരാണ് ഇപ്പോഴത്തെ കാലത്തുള്ളതെന്ന് പറയും. അങ്ങനെയല്ല, ഒരുപക്ഷെ നമ്മൾ അതുപോലെ തന്നെ പെരുമാറിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ കൊടുത്ത് പെരുമാറുമ്പോൾ ഒരുപക്ഷെ അവർ മനസ്സിലാകും എൻ്റെ ജ്യേഷ്ഠൻ ശരിക്കും എത്ര ദയാലുവാണ്, എന്നോട് എന്ത് സ്നേഹമുള്ള ആളാണെന്ന് വിചാരിക്കും, അല്ലേ? എല്ലാവർക്കും അങ്ങനെ ആകാൻ പറ്റുന്നില്ലായിരിക്കാം, പക്ഷേ ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്, ആകുന്ന ആൾക്കാർ ഇഷ്ടം പോലെയുണ്ട്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം വന്നിട്ട് അഡ്മിനിസ്ട്രേഷൻ പാടവം. രാമൻ എങ്ങനെയാണ് അത് ഏൽപ്പിക്കുന്നത്, അതായത് ഭരതനെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് അല്ലേ. അച്ഛന് വയസ്സായി, ഇനി നീ എടുത്ത് നോക്കിക്കൊള്ളണം എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ ഒരു ഒരു ഹാൻഡിങ് ഓവർ അവിടെ നടക്കുന്നുണ്ട് കറക്റ്റായിട്ട്. അല്ലാതെ ഇട്ടിട്ട് ആരെങ്കിലും എന്തെങ്കിലും എന്നോട് പോകാൻ പറഞ്ഞില്ലേ ഞാൻ പോട്ടെ, അങ്ങനെയല്ല. അദ്ദേഹം കറക്റ്റായിട്ട് അത് ചെയ്യുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം നമുക്ക് കാണേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഏത് പ്രതിസന്ധികളും നേരിടാനായിട്ട് കരുത്തുറ്റ ഒരു എന്താ ആളാണ് ശ്രീരാമൻ, അല്ലേ? ഈ ശ്രീരാമൻ, ലക്ഷ്മണൻ, അതേപോലെ തന്നെ ഭരതൻ, ശത്രുഘ്നൻ, ഈ ക്യാരക്ടേഴ്സ് എല്ലാം നമ്മുടെ കുടുംബങ്ങളിലുള്ളതാണ്. ഇതൊരു കാവ്യമായിട്ട് എഴുതിയിരുന്നതാണെന്ന് ആലോചിക്കണം വാൽമീകി, അല്ലേ? ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു മര്യാദയായിട്ട് ജീവിക്കേണ്ട ഒരു പുരുഷൻ്റെ ധർമ്മം എന്തൊക്കെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പല ഘട്ടങ്ങളിലൂടെ ആ പുരുഷനെ കൊണ്ടുപോകുന്നുണ്ട്. കൂടെ നിൽക്കുന്ന സ്ത്രീയുടെ ധർമ്മം കണ്ടില്ലേ? ഭാര്യയായിട്ടുള്ള സീത എന്താണ് ചെയ്യുന്നത്? ഞാനിവിടെ ഇരുന്നോളാം, നിങ്ങൾ പോയിക്കോ. കാട്ടിൽ പറയുന്നുണ്ട്, കാട്ടിൽ ഒരുപാട് ഒരുപാട് മൃഗങ്ങളുണ്ട്, ഭയങ്കര എന്താ പറയുക, സിംഹം, അങ്ങനെയുള്ള വ്യാഘ്രം, അങ്ങനെയുള്ള ജീവികൾ ജീവിക്കുന്ന സ്ഥലത്ത് നിനക്ക് ഞങ്ങളുടെ ഒപ്പം വരാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ സീത പറയുന്നത് എന്താണ്? ഭർത്താവ് എവിടെയാണ് ജീവിക്കുന്നത്, ഏത് സാഹചര്യത്തിലാണ് ജീവിക്കുന്നത്, അതിലാണ് ഭാര്യ ജീവിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്, അല്ലേ? ഇവിടെയൊക്കെ ചില സ്ഥലങ്ങളിൽ കണ്ടിട്ടില്ലേ, ഞാൻ കമ്പയർ ചെയ്യാണ് ഇന്നത്തെ ലൈഫുമായിട്ട്. ചിലയിടത്ത് ഹസ്ബൻഡിന് ജോലി പോകുകയോ അല്ലെങ്കിൽ ഭർത്താവിന് കൂടുതൽ പൈസ സമ്പാദിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റാതെ ഇരിക്കുമ്പോൾ ഭാര്യമാർ വിട്ടിട്ട് പോകുന്ന കഥകളൊക്കെ ഉണ്ട്. മറുകണ്ഠം ചാടുക, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ തന്നെ സുഹൃത്തിനെ പോയിട്ട് എന്താ പറയുക വശീകരിക്കുകയോ അല്ലെങ്കിൽ അയാൾ ഇവരെ വശീകരിക്കുകയോ ഒക്കെ ചെയ്ത് പോകുന്ന കാണുന്നില്ലേ? അപ്പം ഇതൊക്കെ കാണുമ്പോഴാണ് സീതയെ നമ്മൾ ഓർക്കേണ്ടത്, അല്ലേ? നോക്കൂ, അവരെത്ര മനോഹരമായിട്ടാണ് അവർ അത് കൈകാര്യം ചെയ്തത്. പിന്നെയും രാവണൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാക്ഷസൻ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഭീകര രൂപിയൊന്നുമല്ല, വളരെ നല്ല ഒരു എന്താ പറയുക, ഒരു നല്ല ഒരു ആണത്തമുള്ള ഒരു രാജാവാണ് അദ്ദേഹം, സുന്ദരനുമാണെന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. 10 തലയുള്ളവൻ എന്ന് പറഞ്ഞാൽ 10 തലയിലുള്ള ബുദ്ധിയില്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് ഇങ്ങനെ 10 തല നമ്മൾ കാണിക്കുന്നില്ലേ, അതൊക്കെ ഒരു എന്താ പറയണേ, അതൊരു ലോജിക്കൽ തിങ്കിങ്ങിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോൾ 10 തലയുള്ള ആളുടെ ബുദ്ധിയുള്ള രാവണനുമാണ് അവരെ വന്നിട്ട് കൊണ്ടുപോകാൻ നോക്കുന്നത്. അവർ കഷ്ടപ്പെട്ട് ജീവിക്കുന്നെങ്കിലും അവരുടെ ആ ഭക്തി കണ്ടില്ല, അവർ അതിലൊന്നും മയങ്ങുന്നില്ല. എന്ത് സൗഭാഗ്യങ്ങൾ കിട്ടിയാലും എനിക്ക് എൻ്റെ ഭർത്താവാണ് വലുതെന്ന് പറഞ്ഞ് നിൽക്കുന്ന സ്ത്രീകളില്ലേ, അതൊരു ഉദാഹരണമാണ് സീത. അതിൽ തന്നെ ഇനിയൊരു ഉദാഹരണം കൂടിയുണ്ട്, ഊർമിള എന്ന് പറയുന്ന ലക്ഷ്മണൻ്റെ ഭാര്യ. ഈ ലക്ഷ്മണൻ്റെ ഭാര്യ ഊർമിള സുഖിച്ച് കഴിയായിരുന്നെന്നാണോ? അല്ല. എങ്ങനെയാണ് ലക്ഷ്മണൻ അവിടെ കഴിയുന്നത്? കാരണം ഈ 2 സ്ത്രീകളെയും കൂടെ കൊണ്ടുപോകുമ്പോൾ ഇവർക്ക് വരാവുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാം കാരണമാണ് ലക്ഷ്മണൻ ഊർമിളയെ തടയുകയാണ് അവിടെ. അപ്പോൾ ഊർമിള
അവിടെ തന്നെ മരവുരി അണിഞ്ഞ് ജീവിക്കുകയായിരുന്നു എന്നാണ് പറയണത്. രാജകൊട്ടാരത്തിൽ ഹസ്ബൻഡിനെ വേർപെട്ടിട്ടല്ലേ ചെറുപ്രായത്തിൽ ആ ഊർമിളയും കഴിയുന്നത്. അപ്പം അങ്ങനെ കുറേ കഥാപാത്രങ്ങൾ നമ്മൾ രാമായണം വായിക്കുമ്പോൾ നമ്മുടെ മുന്നിലൂടെ വരികയാണ് അല്ലേ. പല സ്ഥലങ്ങൾ, പല പല കാട്ടിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ കാണുന്നു വാൽമീകിയുടെ കണ്ണിലൂടെ. അപ്പോൾ രാമായണം വായിക്കേണ്ടതിൻ്റെ ആവശ്യകത ഇനി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. ഇതിനകത്ത് രാമനും പിന്നെ സീതയും ലക്ഷ്മണനും ഊർമിളയും ശത്രുഘ്നനും ഭരതനും എല്ലാവരും, പിന്നെ ആദ്യം ഉണ്ടായിരുന്ന ദശരഥ മഹാരാജാവിന് എന്തുകൊണ്ടാണ് ഇത് ഏർപ്പെട്ടതെന്നുള്ള കഥയും ഇല്ലേ. ഇതൊക്കെ നമ്മൾ ഇന്നത്തെ ഒരു സാഹചര്യമായിട്ട് കൂട്ടിയിണക്കി കാണേണ്ടതല്ലേ. അപ്പോൾ രാമായണം വായിക്കുന്നത് ഹിന്ദുക്കൾ മാത്രമൊന്നും വേണ്ട, എല്ലാവർക്കും വായിക്കാം. വായിച്ചു നോക്കൂ. ഓക്കെ.